Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വെക്കേഷൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്കത് സ്കൂളിൽ തുറക്കാറായി. അപ്പോൾ സ്കൂളിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ലഞ്ച് ബാഗാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് വീഡിയോ കാണാം, നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സ്പേസിയസ് ആയിട്ട് വാട്ടർ ബോട്ടിലും സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും ടവലും എല്ലാം തന്നെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ലഞ്ച് ബാഗാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. 30 ഇഞ്ച് ലെങ്ത്തും 16 ഇഞ്ച് വിത്തുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ള തുണിയാണ്. ഞാൻ അത്യാവശ്യം യൂസ് ചെയ്ത തുണിയാണ്. പക്ഷേ തുണിക്ക് അതൊരു കേടുമില്ലാത്തതുകൊണ്ട് വീണ്ടും അതിനെ ലഞ്ച് ബാഗായിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്തിട്ടുള്ള. ഇവിടെ 3 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മെയിൻ പീസ്, പിന്നെ അതിൻ്റെ ലൈനിങ്, പിന്നെ അതിൻ്റെ താഴെയായിട്ട് കുറച്ച് കട്ടി കൂടുതലായ പെറ്റിക്കോട്ട് അല്ലെങ്കിൽ പാൻറ്റിൻ്റെ പീസ് എടുക്കുക. അപ്പോൾ നമ്മളുടെ ലഞ്ച് ബാഗ് സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പോൾ അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കോർണേഴ്സിൽ 3 ഇഞ്ച് വെച്ചിട്ടുള്ള ഒരു ബോക്സ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ കട്ട് ചെയ്തെടുക്കുന്ന പീസ് നമുക്ക് പ്രസ് ബട്ടൺ വെക്കാനായിട്ടുള്ള യൂസ് ചെയ്യാം. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനി ഇതിനെ പിടിക്കാനായിട്ടുള്ളൊരു വള്ളിയും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വള്ളിക്കായിട്ട് നമ്മൾ ആ കട്ടിയുള്ളതായ പെറ്റിക്കോട്ടിൻ്റെ പീസ് അല്ലെങ്കിൽ പാൻറ്റിൻ്റെ പീസല്ലോ, ആ പീസാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ലാസ്റ്റ് ഇയർ എടുത്തതാണ്. അപ്പോൾ 2 ഇയേഴ്സ് ബിഫോർ മോൾക്ക് ഇതുപോലെ ഒരു ലഞ്ച് ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 300 റേറ്റായി. അപ്പോൾ ആൾക്ക് ചോട്ടാ ഭീമിൻ്റെ പിക്ചറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് ഇഷ്ടമായിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊരു പ്ലാസ്റ്റിക് പോലെ പുറമെ കവറിങ് അകത്ത് നനയാത്തതൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ അത് കൊണ്ടുവന്ന ഒരു 2 മന്ത്സ് പോലും ആൾ യൂസ് ചെയ്തില്ല. അപ്പോഴേക്കും ആ ചോട്ടാ ഭീമിൻ്റെ ആ പ്ലാസ്റ്റിക് കവർ പോയി. പിന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു സ്പോഞ്ച് പോയി. അപ്പോൾ ഭംഗി പറഞ്ഞപ്പോൾ ആൾ യൂസ് ചെയ്യാതെ. അങ്ങനെ ലാസ്റ്റ് ഇയറാണ് ഒന്ന് ട്രൈ ചെയ്തത്. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് അടിപൊളിയാണ്. 2 പേർക്കും ഇഷ്ടമായി. ഞങ്ങളത് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തരുമെന്നാണ് ചോദിച്ചത്. അങ്ങനെ അപ്പോഴേ അവർക്ക് 2 പേർക്കും ലാസ്റ്റ് ഇയർ അവരത് യൂസ് ചെയ്തു. ഈ ഇയറും അത് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കിതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ക്ലോത്ത് ഓൾറെഡി നമ്മൾ ഒത്തിരി ഡ്രസ്സസ് എടുത്തിട്ട് യൂസ് ചെയ്യാതിരിക്കുന്ന ഒത്തിരി ഐറ്റംസ് ഉണ്ടാവും. ആ ക്ലോത്തിൽ തന്നെ എടുത്താൽ മതി. ഞാനങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സ്റ്റിച്ചിങ് ടൈം 1/2 hour ആണ്. പിന്നെ വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു 1/2 hour കൂടി ഇൻക്രീസ് ആവും. അങ്ങനെ ഒരു 1 hour. പിന്നെ ത്രെഡും ഇലക്ട്രിസിറ്റി മോട്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. അപ്പോൾ അതേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. ആദ്യം നമ്മുടെ മെയിൻ പീസ്, പിന്നെ ലൈനിങ്, അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കട്ടി ഇളവായ പീസും കൂടി കൊടുത്തിട്ടുണ്ട്. സൈഡാണ് ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. സൈഡ് ജോയിൻ ചെയ്യാം. എന്നിട്ട് ആ സൈഡിലേക്ക് ഒരു ഫിനിഷിങ് വരാനായിട്ട് ഒരു പീസ് തുണി വെച്ചിട്ട് ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴത്തെ ആ സ്ക്വയർ പീസ് ഒന്ന് വൈഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ ദിവസം പൗച്ചിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ നല്ലതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് കണ്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഓരോ സൈഡും എന്താ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും ഒരു തുണി വെച്ചിട്ട് നല്ല ഭംഗിയിൽ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ബാഗ് നല്ല ഭാഗത്തേക്ക് ആക്കണം. എന്നിട്ട് നമ്മുടെ ആ സൈഡിൽ 2 സൈഡ്സിലും ഒന്ന് പിടിച്ചിട്ട് സ്റ്റിഫായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് 2 സൈഡിലും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ പുറമെ മേടിക്കുന്ന ലുക്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമ്മുടെ വള്ളി വെക്കുകയാണ്. അതുപോലെ തന്നെ പ്രസ് ബട്ടൺ വെക്കുന്ന ഭാഗവും കൂടി ഒന്ന് മടക്കി അടിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വള്ളിയുടെ ഭാഗത്തേക്ക് ഒരു ചെറിയ പീസ് തുണി വെച്ചിട്ട് മടക്കി അടിക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഭംഗിയുള്ളതായൊരു ലഞ്ച് ബാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നിപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കണ്ടൻറ്റ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ലാസ്റ്റ് വീക്കിൽ നമ്മൾ പൗച്ചുകളാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ടുള്ള പൗച്ചും അതുപോലെ തന്നെ റഫിൾസ് വെച്ചിട്ടുള്ള പ്ലീറ്റഡ് ആയിട്ടുള്ള പൗച്ചും ഒക്കെ നല്ല ഭംഗിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അതുപോലെ തന്നെ ഈ ആഴ്ചത്തോട് കൂടിയിട്ട് നമ്മളുടെ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള മോഡൽസൊക്കെ ആയിട്ട് വരാം. എല്ലാം ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ.
അടിപൊളിയായിട്ട് എല്ലാവരും പഠിക്കുക, ഹാപ്പി ആയിട്ട് പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കുക. അയ്യോ പഠിക്കണമല്ലോ പറ്റുന്നില്ല അങ്ങനെയൊന്നും പറയരുത്. ഹാപ്പി ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കുക, നല്ലപോലെ സ്കോർ ചെയ്യുക. ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകില്ല കേട്ടോ. ബാക്കി എന്ത് സാധനം ഉണ്ടെങ്കിലും ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിൽ തട്ടിപ്പറിക്കാം. പക്ഷേ നമ്മുടെ കയ്യിലുള്ളതായ എഡ്യൂക്കേഷൻ നമുക്ക് ഒരാൾക്ക് കൊടുക്കും തോറും കൂടുതൽ ഇൻക്രീസ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെൽത്ത് അത് തന്നെയാണ്. അതാണ് ഞാൻ പല രീതിയിലും ഇപ്പോൾ യൂസ് ചെയ്തിട്ട് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. അപ്പോൾ ഗോഡ് സ്പീഡോട് കൂടിയിട്ട് നല്ലൊരു ഇയർ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് അതിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് ബാഗിൻ്റെ ഫൈനൽ ഫിനിഷിങ്ങിനായിട്ട് ആ സൈഡും കൂടി ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് അതിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ തന്ന സപ്പോർട്ടിൽ താങ്ക് യു സോ മച്ച്. ഇനി നെക്സ്റ്റ് വീക്കിലെ അടിപൊളി ഐറ്റായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.